അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് ടാറ്റ ഗ്രൂപ്പ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതമാണ് ധനസഹായം നൽകുക. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്നും അപകടത്തെ തുടർന്ന് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ അപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനായി DNA സാമ്പിളുകൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ കൈമാറുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. BJ മെഡിക്കൽ കോളേജിലെ കസോദി ഭവനിലാണ് രക്തസാമ്പിൾ ശേഖരണ നടപടികൾ തുടങ്ങിയത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ഫോറൻസിക് ലാബിലാണ് DNA പരിശോധന നടത്തുക. അപകടത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുവെന്നും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നും എയർ ഇന്ത്യ CEO ക്യാംബെൽ വിൽസൺ വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ ബാക്കി 241 പേരും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവന്നത്. വിമാനം തകർന്നു വീണ ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന ചിലരും കൊല്ലപ്പെട്ടെന്ന് സംശയമുണ്ട്. പരിക്കേറ്റ 41 പേർ ചികിത്സയിൽ കഴിയുകയാണെന്നും അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അപകടത്തിൽപ്പെട്ട് മരിച്ചത് നിരവധി രാഷ്ട്രീയ നേതാക്കളാണ്. സഞ്ജയ് ഗാന്ധി മുതൽ വിജയ് രൂപാനി വരെ വിമാന അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞ പ്രമുഖ നേതാക്കൾ നിരവധി. കോൺഗ്രസ് നേതാവും ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി മരിച്ചത് വിമാന അപകടത്തിലാണ്. ഡൽഹി ഫ്ലൈയിംഗ് ക്ലബിന്റെ പുതിയ വിമാനം പറത്തുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നു വീഴുകയായിരുന്നു. 1980 ജൂൺ 23-നാണ് സംഭവം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മാധവറാവു സിന്ധ്യയുടെ മരണവും വിമാന അപകടത്തിലാണ്. 2021 സെപ്റ്റംബർ 30-ന് ഉത്തർപ്രദേശിലെ മെയിൻപുരിക്കടുത്ത് വയലിൽ മാധവറാവു സിന്ധ്യ സഞ്ചരിച്ച വിമാനം തകർന്നു വീഴുകയായിരുന്നു. 4 മാധ്യമ പ്രവർത്തകർക്കും 8 പേരാണ് അന്ന് മരിച്ചത്. കനത്ത മഴയെ തുടർന്ന് മോശം കാലാവസ്ഥയായതിനാൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡി 2009 സെപ്റ്റംബർ 3-നാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത്. ആന്ധ്രയിലെ ചിറ്റൂരിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. മോശം കാലാവസ്ഥയിൽ വനമേഖലയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. നല്ലമല വനത്തിലെ കുന്നിൻ മുകളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ലോക്സഭാ സ്പീക്കറും TDP നേതാവുമായിരുന്ന GMC ബാലയോഗി 2002 മാർച്ച് 3-ന് ആന്ധ്രാപ്രദേശിൽ വെച്ച് ഹെലികോപ്റ്റർ തകർന്ന് മരിക്കുകയായിരുന്നു. ബെൽ 206 ഹെലികോപ്റ്റർ പൈലറ്റും ബാലയോഗിയുടെ സ്റ്റാഫും മരിച്ചു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഡോർജി ബന്ധു 2011 ഏപ്രിൽ 30-ന് സേലാപാസിന് സമീപം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചിരുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന S മോഹൻ കുമാരമംഗലം 1973-ൽ ദില്ലിക്ക് സമീപം വിമാന അപകടത്തിൽ മരിച്ചു. ഹരിയാന മന്ത്രിയായിരുന്ന OP ജിൻഡാലും സുരേന്ദ്ര സിംഗും 2005-ൽ ഉത്തർപ്രദേശിലെ സഹാറൻപൂരിനടുത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.